കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 5.0. നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുജിയിലെ കോമൺ പേപ്പർ ആയിട്ടുള്ള BEGLA 136 എന്ന് പറയുന്ന പേപ്പറിന്റെ previous year question paper analysis ആണ് we are going to have in this particular video. അപ്പോൾ നമ്മളുടെ BEGLA 136ന്റെ എക്സാമിനേഷന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, what to focus on, previous year question paper ഒക്കെയാണ് we are having a discussion. So let's get started. Introduction. The IGNO TEE PYQA in-depth analysis and predictive guide for BEGLA 136 English at the workplace is designed to transform exam preparation into a focused, insight-driven process. Drawing from an extensive review of previous term and examinations and the prescribed course framework, this guide enables learners to identify recurring linguistic patterns, high-yield topics, and evolving question types. By using data-informed insights, students can channel their revision efforts where they matter most towards competencies that consistently shape the paper structure and marking emphasis. അപ്പോൾ നമ്മളുടെ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിനകത്ത് BEGLA 136 എന്ന് പറയുന്ന പേപ്പർ നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ നോക്കണം, ക്വസ്റ്റ്യൻസ് നോക്കണം എന്നൊക്കെയുള്ള കാര്യമാണ് we are having a discussion in this video. And ഈ ഒരു വീഡിയോയുടെ ഡോക്യുമെന്റ് റൂട്ട് മാപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് സിലബസ് മാപ്പിംഗ്. So here it presents the major thematic areas of the course and highlights those with a consistent historical presence in examination. അതായത് നമ്മളുടെ എൻറ്റയർ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബ്ലോക്സുകളായിട്ടും ബ്ലോക്സുകൾ പിന്നീട് ഫർദർ യൂണിറ്റ്സുകളുമായിട്ടാണ്. സോ അതിന്റെ ഒരു ഡിവിഷൻ ഉണ്ടാകും. നെക്സ്റ്റ് ഇസ് എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകളും അതിന്റെ സെക്ഷൻ വൈസ് മാർക്ക് എലോക്കേഷൻസും ആ ഗ്രാമർ റൈറ്റിംഗ് വൊക്കാബുലറി ട്രെൻഡ്സ് ഒക്കെ വി വിൽ ബി ഇവാലുവേറ്റിംഗ്. പിന്നെ വരുന്ന നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കറിയാം ഓഫ് കോഴ്സ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും പല ക്വസ്റ്റ്യൻസുകളും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാകും. സോ അതിന്റെ സമറൈസസ് ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആൻഡ് റീഫ്രേസ് ക്വസ്റ്റ്യൻസ് അക്രോസ് സെഷൻസ്, റിവീലിംഗ് എക്സാമിനേഴ്സ് പ്രിഫർ ടെസ്റ്റിംഗ് ഏരിയാസ്. നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ആണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം അനലൈസ് ചെയ്തതിന്റെ ഒരു ലെവലിൽ വെച്ചിട്ട് വിൽ ബി പ്രഡിക്റ്റിംഗ് ഇത്രയും ടോപ്പിക്സ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രഡിക്ഷൻ പ്രോബബിലിറ്റി വിൽ ബി ഹാവിംഗ് ആ പർട്ടിക്കുലർ ഡിസ്കഷൻ. പിന്നെ നമുക്ക് വരുന്ന ഒരു മോക്ക് പ്രഡിക്റ്റ് പേപ്പർ, അതായത് ഈ ഒരു നമ്മുടെ എക്സാക്ട് ഇഗ്നോർഡ് എക്സാമിന് അതേ പാറ്റേണിൽ വിൽ ബി പ്രിപ്പയറിംഗ് എ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ദാറ്റ് റിഫ്ലെക്ട്സ് ദ ലേറ്റസ്റ്റ് പാറ്റേൺസ് ഇൻ വേ ഡിസ്ട്രിബ്യൂഷൻ ടു അസസ് റെഡിനെസ്. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും സ്കീംസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ മെത്തഡോളജി കോൾ ഔട്ട്. The analysis integrates multiple years of TEE papers, assigning higher weight to recent trends and question frequency to ensure predictive precision and syllabus fidelity. Then learner motivation. This guide is not just an answers, പക്ഷെ നമുക്ക് എങ്ങനെ കറക്റ്റ് പ്രിപ്പയർ ചെയ്യണം, എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഹൗ ടു ടേൺ യുവർ പ്രിപ്പറേഷൻ ഇൻ ടു പെർഫോമൻസ് എന്നുള്ളതാണ് വി ആർ ഹാവിംഗ് ഇൻ ദിസ് വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഒരു സിലബസ്, അതായത് നമ്മളുടെ ബ്ലോഗ്സുകളെ നമ്മൾ യൂണിറ്റ്സുകളായിട്ടും ആ യൂണിറ്റ്സിന്റെ ടോപ്പിക്സുകൾ വെച്ചിട്ട് എക്സാം റെലവൻസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവ് നമ്മൾ അനലൈസ് ചെയ്യാണ്. നമ്മൾ ബ്ലോക്ക് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആയിട്ടുള്ള സെൽഫ് പ്രൊഫൈൽ, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് 8 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്, വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ ഉള്ളത്. അതേസമയം ബ്ലോക്ക് 1 യൂണിറ്റ് 2ഉം 3ഉം, അതായത് ജോബ് സെർച്ച്, ക്രിയേറ്റീവ് ജോബ് ഹണ്ടിങ് 10 ടൈംസും റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെന്റ്സ് 11 ടൈംസ്, വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ റെലവൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്സ് എന്നുള്ളത്. Then block 1 യൂണിറ്റ് 4 preparing for a job or frequently asked questions 9 times, which means medium level relevance ആണ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂണിറ്റ് നമ്പർ 5 body language and interview speech 12 times appearance, which means high level relevance ആണ്. അതേസമയം ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 6 is portfolio preparation 7 times, and unit number 7 is curriculum which writing 13 times appearance, which means high level importance ആണ്. And
ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് റെഫറൻസ് ഷീറ്റ് 10 ടൈംസ് അപ്പിയറൻസ് വിച്ച് മീൻസ് അഗൈൻ ഒരു ഹൈ ലെവൽ റെലവൻസ് ആണ് അവിടെ നമുക്കുള്ളത്. സോ ഗെറ്റിംഗ് ടു ബ്ലോക്ക് 3ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ യൂണിറ്റ് നമ്പർ 9 അതായത് വർക്ക് പ്ലേസ് എറ്റിക്വറ്റ് ആൻഡ് ജെൻഡർ അവയർനെസ് 15 തവണ ക്വസ്റ്റ്യൻസ് ഉണ്ട് വിച്ച് മീൻസ് ഹൈ ലെവൽ റെലവൻസ് ആണ്. ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 10 ആണ് അണ്ടർസ്റ്റാൻഡിംഗ് കസ്റ്റമേഴ്സ് 6 ടൈംസ് വിച്ച് മീൻസ് മീഡിയം ലെവൽ. ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 11 കസ്റ്റമർ സർവീസ് എസെൻഷ്യൽസ് 9 ടൈംസും ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത് വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് ഇവിടെ നമുക്കുള്ളത്. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 12 വർക്ക് എത്തിക്സ് 14 ടൈംസ് വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ ഇമ്പോർട്ടന്റ് റെലവൻറ്റ് ഏരിയ ആണ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 13 ഡിസ്കഷൻ സ്കിൽസ് 5 തവണയും ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 14 15 നമ്മൾ നോക്കുകയാണ് പ്രസന്റേഷൻ സ്കിൽസ് 13 തവണയും ബിസിനസ് ലെറ്റേഴ്സ് 11 തവണയുമാണ്. ആൻഡ് ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 16 ബിസിനസ് ഇമെയിൽസ് 6 ടൈംസ് അപ്പിയർ ആയിട്ടുണ്ട് വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് ഇവിടെ നമുക്കുള്ളത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകളെ എല്ലാം ഒരു ബാർ ചാർട്ടിൽ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3ലും പിന്നെ ബ്ലോക്ക് 2 പിന്നെ ബ്ലോക്ക് നമുക്ക് 4ഉം ലാസ്റ്റ് വി ഹാവ് ബ്ലോക്ക് 1ഉം 4ഉം ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ് ആണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരുന്ന ബ്ലോക്ക് 4 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ടോപ്പിക്സുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ ത്രസ്റ്റ് കൊടുക്കേണ്ടതെന്നാണ് പറയുക. സോ നമ്മൾ ഹൈയുടെ ടോപ്പിക്സ് നമുക്ക് 3 ടോപ്പിക്സുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് വർക്ക് പ്ലേസ് എറ്റിക്വറ്റ് ആൻഡ് വർക്ക് എത്തിക്സ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് CV ആൻഡ് ആപ്ലിക്കേഷൻ ലെറ്റർ റൈറ്റിംഗ്. കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് വിച്ച് റിവാർഡ്സ് എ ക്ലാരിറ്റി ആൻഡ് ഫോർമാറ്റ് ആക്യുറസി. പിന്നെ വരുന്നതാണ് പ്രസന്റേഷൻ ഇന്റർവ്യൂ സ്കിൽസ്. അത് ഫ്രീക്വന്റ് അപ്പിയറൻസ് ഡ്യൂ ടു ദ റിയൽ വേൾഡ് കമ്മ്യൂണിക്കേറ്റീവ് റെലവൻസ് ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് ഇവാലുവേഷൻ. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഫോമാറ്റ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ്സുകളിൽ ഒന്നാണ് വൊക്കാബുലറി അല്ലെങ്കിൽ മാച്ചിങ്. അപ്പൊ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു മാച്ച് ദ വേർഡ്സ്. അതിന് കറക്റ്റ് സെലക്ടഡ് മീനിങ്സും ഓപ്ഷൻസുകളുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുക. സോ ടിപ്പിക്കൽ ഒരു മാർക്സ് എന്ന് പറയുന്നത് 10 മാർക്സുകളാണ്. സോ ലെങ്ത് ഇൻ എക്സ്പെക്ടേഷൻ ഷോർട്ട് ആൻസേഴ്സ് ആണ്. പലപ്പോഴും സിംഗിൾ വേർഡ് എൻട്രീസും ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. പിന്നെ വരുന്ന നെക്സ്റ്റ് അപ്പൊ ഇവിടെ നമുക്കുള്ളത് അധികം ഫ്രെയിം സെന്റൻസ് അല്ലെങ്കിൽ കറക്റ്റ് ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. ടിപ്പിക്കൽ മാർക്സ് 10 ആണ്. 1 to 2 lines per sentence ആണ്. പിന്നെ വരുന്നതാണ് ഗ്രാമർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സോ നേച്ചർ ഓഫ് ടാസ്ക് എന്ന് പറയുന്നത് അപ്ലൈ ഗ്രാമാറ്റിക്കൽ റൂൾസ് ലൈക് വോയിസ് ടെൻസസ് പ്രപ്പോസിഷൻസ് ആർട്ടിക്കിൾസ് 15 to 20 ആണ് ടിപ്പിക്കൽ മാർക്സ്. ലെങ്ത് ഇൻ എക്സ്പെക്ടേഷൻ ഇസ് വേർഡ് ഓഫ് ഫ്രേസ് ലെവൽ ആൻസേഴ്സ് ആയിരിക്കും. പിന്നെ വരുന്ന ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട്സ് ഓർ പാരഗ്രാഫ്സ്. അതിനകത്ത് വരുന്ന നേച്ചർ ഓഫ് ടാസ്ക് കോൺസെപ്റ്റുവൽ എക്സ്പ്ലനേഷൻസ് ആണ്. സോ വർക്ക് പ്ലേസ് എത്തിക്സും എറ്റിക്വറ്റ്സും ആണ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളിനകത്ത്. സോ 10x2 ആണ്. സോ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 120 to 150 വേർഡ്സ് ആണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് എസ്സേ ഓർ ലെറ്റർ ഓർ സ്പീച്ച്. ഇവിടെ വരുന്ന നേച്ചർ ഓഫ് ടാസ്ക് ഇസ് എക്സലന്റ് റൈറ്റിംഗ് ടെസ്റ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കൊഹിയറൻസ്. 10 ആണ് നമ്മുടെ ആവറേജ് ടിപ്പിക്കൽ മാർക്സ്. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 150 to 180 വേർഡ്സ് ആണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് CV ഓർ ആപ്ലിക്കേഷൻ ഓർ പ്രസന്റേഷൻ ഔട്ട്ലൈൻ. അതിൽ വരുന്ന ടാസ്കിൽ വരുന്നതാണ് പ്രാക്ടിക്കൽ റൈറ്റിംഗ് ഡെമോൺസ്ട്രേറ്റിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഫോർമാറ്റ്. 10 to 15 ആണ് ടിപ്പിക്കൽ മാർക്സ്. ലെങ്ത് ഇൻ എക്സ്പെക്ടേഷൻ സ്ട്രക്ചേർഡ് ലേ ഔട്ട് ബുള്ളറ്റ് ഓർ പാരഗ്രാഫ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഇനി നമുക്ക് വരുന്ന ടോപ്പ് 4 ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് നോക്കാം. അപ്പൊ നമുക്ക് നോർമലി വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഒന്നാണ് ഗ്രാമറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും. അതൊരു 15 to 20 മാർക്സിന് ആവറേജ് ഉണ്ടാവുക. സോ ഇവിടെ എന്താ ചെയ്യുക ടെസ്റ്റിംഗ് ഫങ്ഷണൽ കമാൻഡ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ഇൻക്ലൂഡിംഗ് ടെൻസ് വോയിസ് പ്രപ്പോസിഷൻസ് ആൻഡ് മോഡൽസ് ആയിരിക്കും. പിന്നെ വരുന്ന നമ്മുടെ ഷോർട്ട് നോട്ട്സുകളാണ്. അവിടെ ആവറേജ് നമ്മൾ 20 മാർക്സ് ആണ് ടോട്ടൽ. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നോർമലി വർക്ക് പ്ലേസ് ബേസ് കമ്മ്യൂണിക്കേഷനും എത്തിക്സുകളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസുകളായിട്ട് ഉണ്ടാവുക. ആൻഡ് എറ്റുഗെറ്റും സോ ഒരു 150 ആണ് വർക്ക് കൗണ്ട് എക്സ്പെക്ട് ചെയ്യുക. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുക എക്സാമ്പിളും അതിനെ അപ്ലൈ ചെയ്ത് എഴുതുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ്. പിന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് ആണ് ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ ഓർ CV റൈറ്റിംഗ്. അതും ആവറേജ് 10 to 15 മാർക്സ് ആണ് നോർമലി ചോദിക്കുന്ന ടിപ്പിക്കൽ നമ്മുടെ മാർക്ക് എന്ന് പറയാം. സോ ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊഫഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ക്ലാരിറ്റി ടോൺ ആൻഡ് സ്ട്രക്ചർ. സോ സ്റ്റുഡൻസ് മസ്റ്റ് പ്രസന്റ് ദെയർ ലോജിക്കൽ ഫ്ലോ ആക്യുറേറ്റ് ഫോർമാറ്റിംഗ് ആൻഡ് റെലവൻസ് ടു ദ ജോബ് കോണ്ടെക്സ്റ്റ്. പിന്നെ വരുന്നതാണ് പ്രസന്റേഷൻ ഓർ സ്പീച്ച് ടാസ്ക്. അങ്ങനെ ഒരു 10 മാർക്സ് ആണ് ഉണ്ടാവുക. സോ ഹിയർ അസസ് എബിലിറ്റി ടു ഓർഗനൈസ് ഐഡിയാസ് ഇൻ ടു എ കൊഹിയറന്റ് സ്പോക്കൺ ഓർ വിഷ്വൽ ഔട്ട്ലൈൻ. മാർക്സ് ഡിപെൻഡ് ഓൺ സ്ട്രക്ചർ റെലവൻസ് ആൻഡ് ദ യൂസ് ഓഫ് ദി വർക്ക് പ്ലേസ് വൊക്കാബുലറി. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന്
ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. നമുക്ക് ബ്ലോക്ക് വൈസ് കാറ്റഗറൈസേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ബ്ലോക്ക് 1 ആണ് ജോബ് മാർക്കറ്റ് സ്കിൽസ്. ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 25 ആണ്. ടോട്ടൽ ഷെയർ നമുക്ക് 25% ആണ്. അതേസമയം ബ്ലോക്ക് 2 ഇന്റർവ്യൂ ആൻഡ് പോർട്ട്ഫോളിയോ സ്കിൽസ് 27 ആണ് ആവറേജ് മാർക്സ്. വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 27 ആണ്. ടോട്ടൽ വെയിറ്റേജ് പെർസെന്റേജിലേക്ക് വരിക. പിന്നെ വരുന്ന ബ്ലോക്ക് 3 വർക്ക് പ്ലേസ് സ്കിൽസ് 1 28 ആണ് ആവറേജ് മാർക്സും ആൻഡ് വെയിറ്റേജ് 28% ആണ്. ബ്ലോക്ക് 4 ആണ് വർക്ക് പ്ലേസ് സ്കിൽസ് പാർട്ട് 2 അതായത് 20 മാർക്സ് ആണ് ആവറേജ്. അഗൈൻ 20% തന്നെയാണ് അവിടുത്തെ വെയിറ്റേജും പോകുന്നത്. നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ എസ്സേയും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസുകളും എല്ലാം ഏകദേശം ഒരു 45% ഇത് മാറി ഒരു 25 ആയപ്പോഴത്തേക്ക് 61%ഓളം അത്രയും ഹൈക്ക് വന്നിട്ടുണ്ട്. സോ അത്രയും അധികം കോൺസെപ്ച്വൽ ബേസ്ഡും അപ്ലൈഡ് റൈറ്റിംഗും വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് എസ്സേ ആൻഡ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്ന ഒന്നാണ് ഗ്രാമർ സെക്ഷൻസ്. അവിടെ നമ്മൾ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഫ്രം 30 to 22% മാറിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ ആൻഡ് CV റൈറ്റിംഗ് എന്ന് പറയുക. സോ റിമെയിൻഡ് സ്റ്റേബിൾ ബട്ട് സ്ലൈറ്റ്ലി റെഡ്യൂസ് ഇൻ വെയിറ്റ് ആസ് പ്രസന്റേഷൻ ഓർ സ്പീച്ച് ടാസ്ക് ഗെയിൻ പോപ്പുലാരിറ്റി ഇൻ 2024-25. പിന്നെ നമ്മുടെ ഇതിന് പ്രിപ്പറേഷൻ ടൈം നമ്മൾ അലോട്ടിങ്ങിനകത്ത് നോക്കുകയാണെങ്കിൽ വൊക്കാബുലറി ഗ്രാമർ ബേസ്ഡിന് നമുക്ക് 30 മാർക്സ് ആണ്. സോ 45 മിനിറ്റ്സ് നമ്മൾ ഇവിടെ അലോട്ട് ചെയ്യുക. പിന്നെ വരുന്ന ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് 2 into 10 ആണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ടോട്ടൽ 20 മാർക്സ് ആയിരിക്കും. 35 മിനിറ്റ്സ് നമ്മൾ അലോട്ട് ചെയ്യുക. പിന്നെ വരുന്ന ടൈപ്പ് ഓഫ് സെക്ഷൻ ആണ് ആപ്ലിക്കേഷൻ ഓർ CV ഓർ ലെറ്റർ റൈറ്റിംഗ് 15 മാർക്സ് ആണ്. 25 മിനിറ്റ്സ് അലോട്ട് ചെയ്യാം. പിന്നെ വരുന്ന ഒന്നാണ് ലോങ് അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് സ്പീച്ച് ഓർ പ്രസന്റേഷൻ 15 മാർക്സ് ആയിരിക്കും. 30 മിനിറ്റ്സ് അലോട്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് റിവ്യൂ. ഒരു ദിവസം നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന ടൈം കുറച്ച് റിവൈസ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് നോർമലി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ വർക്ക് പ്ലേസ് എറ്റിക്കറ്റ് 8 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ 7 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച 2 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ വർക്ക് എത്തിക്സ്, പ്രിപ്പയർ എ CV ഫോർ എ ജോബ് യു വിഷ് ടു അപ്ലൈ ഫോർ. പിന്നെ 6 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ആൻ ഒഫീഷ്യൽ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ റെസ്പോണ്ടിങ് ടു ആൻ അഡ്വർടൈസ്മെന്റ്. പിന്നെ അഗൈൻ നമുക്ക് 16 ആണ് പ്രിപ്പയർ ആൻ ഔട്ട്ലൈൻ ഓഫ് എ പ്രസന്റേഷൻ ഓൺ എ ഗിവൻ ടോപ്പിക്. പിന്നെ 5 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസുകളാണ് റൈറ്റ് എ സ്പീച്ച് അഡ്രസ്സിംഗ് എ ഗ്രൂപ്പും പ്രിപ്പയർ 10 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഫോർ എ ഗിവൻ പോസ്റ്റ്. പിന്നെ 10 തവണ ചോദിച്ച 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് കംപ്ലീറ്റ് സെന്റൻസസ് ഓർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും പിന്നെ വരുന്ന മാച്ച് ദ ഫോളോയിങ് വിത്ത് എ വിത്ത് ദ മീനിങ്സ് ഇൻ കോളംസ് ബിയും. പിന്നെ 9 തവണ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മേക്കിംഗ് സെന്റൻസ് ഫോർ യൂസിംഗ് ദ ഗിവൻ വേർഡ്സ്. നമ്മൾ വർക്ക് പ്ലേസ് എറ്റിക്കറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് പ്രൊഫഷണൽ കണ്ടക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ടോപ്പിക് ആണ്. 8 തവണ വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു 10 മാർക്സ് ഒരു ആവറേജോളം ഉണ്ട്. ഇതേ കണക്ക് 7 ടൈംസ് അപ്പിയർ ചെയ്ത് 10 മാർക്സ് ആവറേജ് ചെയ്ത് 2 ടോപ്പിക്സുകൾ ഉണ്ട്. അതിൽ ഒന്ന് വരുന്ന വർക്ക് എത്തിക്സ് ആണ്. ദറ്റ് ഇസ് ഫ്രം ബിഹേവിയറൽ വാല്യൂസും പിന്നെ വരുന്ന കരിക്കുലം വെയിറ്റേജ് ജോബ് ആപ്ലിക്കേഷൻ സ്കിൽസുമാണ്. പിന്നെ നമ്മൾ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ദറ്റ് ഇസ് ഫ്രം ബിസിനസ് കറസ്പോണ്ടൻസ് 6 ടൈംസ് ആണ് അപ്പിയറൻസ്. ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ പ്രസന്റേഷൻ ഔട്ട്ലൈൻ ഇറ്റ് ഇസ് ഫ്രം ദി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് 6 ടൈംസ് ആണ് അപ്പിയറൻസ്. ആവറേജ് മാർക്സ് 15 ആണ്. പിന്നെ വരുന്നത് സ്പീച്ച് റൈറ്റിംഗ് പബ്ലിക് സ്പീക്കിംഗ് ടോപ്പിക് ചെയ്യുന്ന 5 ടൈംസ് അപ്പിയറൻസ് ആണ്. ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ വരുന്നത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അതാണ് ടോപ്പിക് വരുന്ന എംപ്ലോയ്മെന്റ് റെഡിനെസ് അപ്പിയറൻസ് 5 ടൈംസ് ആണ്. ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന ഗ്രാമർ സ്കിൽസ് ആണ്. അപ്പിയറൻസ് 10 തവണയും ആവറേജ് മാർക്സ് 15ഉമാണ്. ദെൻ മാച്ച് ദ കോളംസിനകത്ത് വരുന്ന ടോപ്പിക് വരുന്നത് വൊക്കാബുലറി ബിൽഡിംഗ് ആണ്. അപ്പിയറൻസ് 10 ടൈംസും ആവറേജ് മാർക്സ് 10ഉമാണ്. പിന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ദറ്റ് ഇസ് ഫ്രം ദി ടോപ്പിക് ഓഫ് അസോസിയേറ്റ് ടോപ്പിക് സിൻടാക്സ് പ്രാക്ടീസ് 9 ടൈംസ് ആണ് അപ്പിയറൻസ് ആൻഡ് ആവറേജ് മാർക്സ് വരുന്നത് 10 ആണ്. നമ്മളുടെ അതിന്റെ ഒരു ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റോളം യു ഹാവ് ടു പ്രാക്ടീസ് റൈറ്റിംഗ്. പിന്നെ ഫുൾ റെസ്പോൺസ് ഒരു 12 to 15 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എഴുതി കറക്റ്റ് ആക്കുക. ആൻഡ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ടോപ്പിക്സ് നമ്മൾ എറ്റിക്കറ്റും എത്തിക്സും CV ഒക്കെ നമ്മൾ റിവൈസ് ചെയ്യുക. അതിന്റെ പ്രോപ്പർ വേർഡ്സും കാര്യങ്ങളും കെയർഫുൾ ആയിട്ട് നോക്കുക. ആൻഡ് വി ഹാവ് ടു 2 ടൈംസ് എങ്കിലും എല്ലാ ക്വസ്റ്റൻസും പ്രാക്ടീസ് ചെയ്ത് നല്ലവണ്ണം നമ്മുടെ ഫ്രീക്വൻസി കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് നമ്മൾ പെർഫെക്റ്റ് ബിൽഡ് ചെയ്യാം.
നമ്മളിപ്പം ഈ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളുടെ ഒരു പൈ ചാർട്ട് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ വി ക്യാൻ സീ ഫ്രം ദിസ് റെപ്രസെന്റേഷൻ ഫ്രം ദിസ് പൈ ചാർട്ട്. നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ആണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. അതായത് നമ്മളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന സെക്ഷൻസുകൾ. അപ്പൊ അതിൽ ബ്ലോക്ക് 1 നമുക്ക് യൂണിറ്റ് 3 റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെന്റ്സ് 80% നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ പ്രോബബിലിറ്റി കാറ്റഗറി ആണ്. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 7 റൈറ്റിംഗ് കാരിക്കുലം സി വി 90% ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 8 പ്രിപ്പയറിംഗ് ഫോർ ഇന്റർവ്യൂസ് 75% ആണ് പ്രോബബിലിറ്റിയും. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 9 ഇസ് വർക്ക് പ്ലേസ് എറ്റിക്കറ്റ് 85% ആണ് പ്രോബബിലിറ്റി. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 12 വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക് 80% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 14 മേക്കിംഗ് പ്രസന്റേഷൻ 70% ആണ് പ്രോബബിലിറ്റി, വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ കാറ്റഗറിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മുടെ ബ്ലോക്ക് 2 വരികയാണെങ്കിൽ യൂണിറ്റ് നമ്പർ 5 യൂസിംഗ് ബോഡി ലാംഗ്വേജ് ഇഫക്റ്റീവ്ലി നമുക്ക് ഒരു 65% ചോദിക്കാൻ സാധ്യതയുണ്ട്, വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ പ്രോബബിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 11 കസ്റ്റമർ സർവീസ് എസെൻഷ്യൽസ് 60% ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 15 ബിസിനസ് ലെറ്റർ റൈറ്റിംഗ് 65%. ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 16 തന്നെ ബിസിനസ് ഇമെയിൽസ് 40% ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 പ്രൊഫൈലിംഗ് വൺസിൽ 35%, യൂണിറ്റ് 2 സെർച്ചിങ് ഫോർ എ ജോബ് 30% ഉള്ളത്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 30 നമുക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ഡിസ്കഷൻസ് 25%. ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 10 അണ്ടർസ്റ്റാൻഡിംഗ് കസ്റ്റമേഴ്സ് 25% നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്സുകളായിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് സി വി എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് 2022 തൊട്ടേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസുകളാണ്. പിന്നെ ഇന്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ വർക്ക് പ്ലേസ് എറ്റിക്കറ്റ് മോസ്റ്റ് കോമൺലി ചോദിക്കുന്നുണ്ട്. ആൻഡ് വർക്ക് എത്തിക്സ് റിപ്പീറ്റഡ് അറ്റ്ലീസ്റ്റ് 5 times സിൻസ് ജൂൺ 2022. പിന്നെ പ്രസന്റേഷൻ ഔട്ട്ലൈൻ ഇറ്റ് ഗോട്ട് ഫീച്ചർഡ് ഇൻ 70% ഓഫ് പേപ്പേഴ്സും. പിന്നെ ബോഡി ലാംഗ്വേജ് ടൈപ്പ് എസ്സേസും കോമൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമർ സർവീസ് ടോപ്പിക്സും നമ്മുടെ റൈറ്റിംഗ് കോമൺ സെക്ഷൻസിനകത്തും വരുന്നുണ്ട്. ആൻഡ് ബിസിനസ് ലെറ്റേഴ്സ് എല്ലാം ഒരു 10 മാർക്ക് അലോക്കേഷൻ ആണ് ഫ്രം 2023 ഓൺവേർഡ്സ്. പിന്നെ ഇമെയിൽ റൈറ്റിംഗ് ടാസ്ക് ദേ ടെസ്റ്റഡ് മെയിൻലി ഇൻ ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025. നമ്മളിവിടെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ പ്രയോറിറ്റി, മീഡിയം ആൻഡ് ലോ ഉണ്ട്. അതിൽ ഹൈയിൽ വരുന്ന ടോപ്പിക്സുകളാണ് സി വി റൈറ്റിംഗ്, വർക്ക് എത്തിക്സ്, വർക്ക് പ്ലേസ് എറ്റിക്കറ്റ്, പ്രസന്റേഷൻസ്, ജോബ് അഡ്വർടൈസ്മെന്റ്സ്. അപ്പൊ വളരെയധികം നമ്മൾ ഉറപ്പായിട്ടും നോക്കേണ്ടുള്ള കൺഫേം ടോപ്പിക്സുകളാണ് ഇതെല്ലാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് മീഡിയം പ്രയോറിറ്റി. അതിൽ നമുക്ക് 40 to 69% നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നതാണ്. സോ അവിടെ നമ്മൾ നോക്കേണ്ട ടോപ്പിക്സുകളാണ് ബോഡി ലാംഗ്വേജ്, കസ്റ്റമർ സർവീസ്, ബിസിനസ് ലെറ്റേഴ്സും ഇമെയിൽസും. സോ റിവൈസ് കീ ഫ്രേസസ് using flashcards, similar writing task under 12-minute constraints, integrate grammar review. പിന്നെ ലോ പ്രയോറിറ്റി വരുന്ന ഏരിയാസ് ജോബ് സെർച്ച്, ഡിസ്കഷൻസ്, അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സ്. നമുക്ക് ലാസ്റ്റ് വരുന്ന ആണ് നമ്മുടെ ഇഗ്നോർഡ് എക്സാമിൽ അതേ ട്രെൻഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്ത സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും സ്കീംസും എല്ലാം നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ BGLA 136 ഇംഗ്ലീഷ് അറ്റ് ദി വർക്ക് പ്ലേസ് ആണ്. മാക്സിമം ടൈം ഇസ് 3 hours ആണ്. യെസ്, ആൻഡ് മാക്സിമം മാർക്സ് ഇസ് 100 ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നിന്നും നമുക്ക് മാച്ച്, നമുക്ക് തന്നിരിക്കുന്ന വേർഡും അതിന് കറസ്പോണ്ടിങ് മീനിങ് നമ്മൾ മാച്ച് ചെയ്യുക. സോ വിച്ച് മീൻസ് മാച്ച് എ വിത്ത് മാച്ച് കോളം ബി ആണ് അതിന്റെ മീനിങ്സ് വിത്ത് റെസ്പെക്ട് ആയിട്ട്. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന വേർഡ്സ് വെച്ച് കറക്റ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് യു ഹാവ് ടു മേക്ക് സെന്റൻസ്. അങ്ങനെ നമുക്ക് അവിടെ 10 മാർക്സോളം നമുക്ക് അവിടെ ഉണ്ട്. 5 എണ്ണം കൊണ്ട് ഓരോരുത്തരും 2 മാർക്സോ ടോട്ടൽ 5 into 10 മാർക്സ് ആണ്. പിന്നെ ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ ബേസിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 10 മാർക്സ് ഉണ്ടാക്കും. ആൻഡ് ഈ സെക്ഷൻ എ നമ്മൾ മീൻസ് 5 into 1 ആണ്. സെക്ഷൻ ബി നമുക്ക് 10 into 1. അപ്പൊ ഓരോ തന്നിരിക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുന്നു. നമ്മളതിനെ കറക്റ്റ് നമ്മുടെ ബ്രാക്കറ്റിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് യു ഹാവ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പിന്നെ ഷോർട്ട് നോട്ട്സ് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും 2 എണ്ണം എടുത്ത് എഴുതുക. അതിന്റെ ഓരോന്നും നമുക്ക് ഇവിടെ 10 മാർക്സ് ആണ്. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 150 വേർഡ്സ് ആണ്. പിന്നെ സി വി പ്രിപ്പറേഷൻ അത് വരുമ്പോഴത്തേക്ക് യു ഹാവ് ടു പ്രിപ്പയർ എ ബ്രീഫ് സി വി ഫോർ എൻട്രി ലെവൽ പൊസിഷൻ ഇൻ എ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ഹൈലൈറ്റിംഗ് യുവർ എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് കരിയർ ഒബ്ജക്റ്റീവ്സ്. പിന്നെ നമുക്ക് 10 മാർക്ക് ചോദിക്കുന്ന മറ്റൊരു സെക്ഷൻ ആണ് ഒഫീഷ്യൽ ലെറ്ററിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ വരുന്ന 10 മാർക്കിനുള്ളതാണ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ്. പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നത് സ്പീച്ച് ആൻഡ് പ്രസന്റേഷൻ ആണ്. സോ നമുക്കൊരു ഷോർട്ട് സ്പീച്ച് പ്രിപ്പയർ ചെയ്യണം. 150 വേർഡ്സ് ആണ്. അത് നമുക്ക് 5 മാർക്സ് ആയിരിക്കും. പിന്നെ വരുന്നത് ഒരു പ്രസന്റേഷന്റെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒരു ടോപ്പിക് തന്നിരിക്കും. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് പ്രസന്റേഷന്റെ ഫോമിൽ യു ഹാവ് ടു പ്രിപ്പയർ ആൻ ഔട്ട്ലൈൻ. സോ നമുക്കൊരു 10 മാർക്കാണ് അവിടെ ഉള്ളത്. സോ
ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആൻസർ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഡു ചെക്ക് ദാറ്റ് വൺ ഓൾസോ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ കമ്മിങ് അപ്പ് എക്സാം. ഡു വെൽ ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.